ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബ്രേക്ക്ഫാസ്റ്റിനും അതുപോലെ നമുക്ക് ഇഷ്ടമുള്ള എന്തിന്റെ കൂടെയും കഴിക്കാൻ പറ്റിയ വളരെ രുചിയോട് കൂടിയ ഒരു ഗ്രീൻ പീസ് കറിയാണ് ഇന്ന് തയ്യാറാക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പച്ച ഗ്രീൻ പട്ടാണയാണ് എടുത്തിട്ടുള്ളത്. അപ്പം പച്ച പട്ടാണയുടെ തൊലിയൊക്കെ വിരിഞ്ഞ് അതിനെ കായ് എടുത്തിട്ടുണ്ട്, നന്നായി കഴുകി വാരി എടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ സ്റ്റൗവിലേക്ക് കടായി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ഏലക്ക അതുപോലെ തന്നെ 2-3 പട്ടയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും 1/2 ടീസ്പൂൺ പെരിഞ്ജീരകവും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നീട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ മല്ലിയാണ്, പച്ചമല്ലിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ചേർത്ത് ഒന്ന് നന്നായിട്ട് ഇതിനെ ഒന്ന് വറുത്തെടുക്കണം. ഇത് പൊടിക്കേണ്ട ഒരു പരുവം ആകുന്നവരെ നമ്മളിതൊന്ന് വറുത്തെടുക്കുക. ഇതൊക്കെ നന്നായിട്ട് വറുത്ത് വരുന്ന സമയത്തേക്ക് നമ്മൾ അതിലേക്ക് 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഇതിനെ ഒന്ന് മിക്സ് ചെയ്യണം. അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കുക. എരിവ് കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഞാൻ 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം അതും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക. തേങ്ങ നന്നായിട്ട് വറുത്തെടുക്കുകയൊന്നും വേണ്ട, അങ്ങനെയാകുമ്പോൾ നമ്മുടെ കറിയുടെ വറുത്തരച്ച കറിയായി മാറും. അതുകൊണ്ട് തേങ്ങ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാകുക മാത്രമേ വേണ്ടൂ. അപ്പം നമ്മൾ തേങ്ങയും കൂടെ ഒന്ന് വറുത്തെടുത്തതിന് ശേഷം നമ്മളിതിനെ തണുക്കാൻ വേണ്ടി മാറ്റി വെക്കുക. അപ്പം അന്ന് തണുത്തതിന് ശേഷം ജാറിലേക്ക് ഇട്ട് അതിലേക്ക് അല്പം വെള്ളം കൂടെ ഒഴിച്ച് അരച്ചെടുക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് സ്റ്റൗവിലേക്ക് കുക്കർ വെച്ച് അതിലേക്ക് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകവും അതുപോലെ തന്നെ 2 ഗ്രാമ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഇട്ട് കൊടുത്തതിന് ശേഷം മീഡിയം സൈസിലുള്ള ഒരു സവോള കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. സവോളയൊന്ന് നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കണം. അതൊന്ന് വഴറ്റി വരുന്ന സമയത്തേക്ക് നമ്മൾ അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ അതും ഇട്ട് കൊടുത്ത് അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ നമ്മൾ അതിനെയും കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നീട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു തക്കാളിയാണ്. ചെറിയ തക്കാളിയാണ് എടുക്കുന്നതെങ്കിൽ 2 തക്കാളി എടുക്കണം. വലിയ തക്കാളി ആയതുകൊണ്ട് 1 തക്കാളിയാണ് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പം അതും കൂടി ഇട്ട് കൊടുത്ത് ഇതിനെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പം നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് വഴറ്റി വരുന്ന സമയത്തേക്കും നമ്മൾ അതിലേക്ക് ഒരു 2 പച്ചമുളക് കട്ട് ചെയ്തതും അതുപോലെ തന്നെ അല്പം കറിവേപ്പും കൂടെ ഇട്ട് കൊടുക്കുക. അതുപോലെ ഇട്ട് കൊടുത്ത് അതിനെ ഒന്ന് നമ്മൾ മിക്സ് ചെയ്യുക. പിന്നീട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് അതും ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ അരപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ അരപ്പും കൂടെ ഒഴിച്ചു കൊടുത്ത് നമുക്ക് എത്രത്തോളം ഗ്രേവി വേണോ അതിനനുസരിച്ചുള്ള വെള്ളവും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് നമ്മളിതിനൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നീട് നമ്മളിതിലേക്ക് ഇതുവരെയായിട്ട് നമ്മൾ ഉപ്പൊന്നും ചേർത്തിട്ടില്ല, ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച കടലയും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പം നമ്മുടെ പച്ചപ്പട്ടാണ കടല ആയതുകൊണ്ട് ഇതിന് അധികം വേവൊന്നുമില്ല കേട്ടോ. അപ്പം ഒരു 2 വിസിൽ മാത്രം മതിയാവും നമുക്ക്, അപ്പോഴത്തേനും വെന്ത് കിട്ടും. അപ്പം നമ്മൾ കുതിർത്ത് വെച്ച ഉണക്ക പട്ടാണെങ്കിൽ ഒരു 4 വിസിലെങ്കിലും അടിക്കണം. ഇതാകുമ്പോൾ നമുക്ക് 2 വിസിലേ വേണ്ടു. അപ്പം നമ്മളെ കറിയൊക്കെ ഏകദേശം വിസിലടിച്ച് വന്നിട്ടുണ്ട്, വെന്ത് കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് അല്പം മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പം വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്, നമുക്ക് എന്തിൻ്റെ കൂടെയും ഇത് കഴിക്കാൻ പറ്റും. അപ്പം മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്ത് ഇതിനൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പം നമ്മുടെ ഗ്രീൻ പീസ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഗ്രീൻ പീസ് കറിയാണ്. നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും പൂരിയുടെ കൂടെയും അതുപോലെ തന്നെ ദോശയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റും. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം.